Okay, so നമ്മൾ ഫൈനലി 1 million സബ്സ്ക്രൈബേഴ്സിന്റെ മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തു. അതിനോടനുബന്ധിച്ച് ഒരു താങ്ക്സ് ആൻഡ് ഗിവ് എ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട റിയൽമി വാച്ച് 3. സോ ഈ ഒരു വാച്ച് ശരിക്കും വാല്യൂ ഫോർ മണി ആണോ? സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ വാച്ചിന്റെ അൺബോക്സിംഗ്, റിവ്യൂ, പ്രോസ് ആൻഡ് കോൺസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ വാച്ച് വാങ്ങണോ വേണ്ടയോ. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ബോക്സിനുള്ളിൽ ഓബ്വിയസ്ലി സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്, ഡോക്യുമെന്റ്സ് ആൻഡ് മാഗ്നറ്റിക് ചാർജിംഗ് കേബിൾ. സോ ഇതാണ് റിയൽമി വാച്ച് 3. ഓക്കെ, സ്ട്രാപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. തീർച്ചയായിട്ടും സിലിക്കോൺ സ്ട്രാപ്പ് ആണ് വന്നിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ അതേ പ്രതീക്ഷിക്കാവും. ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ പ്ലെയിൻ സ്ട്രാപ്പ് അല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. പിന്നെ 22mm യൂണിവേഴ്സൽ സ്ട്രാപ്പ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഊരിയിട്ട് തേർഡ് പാർട്ടി സ്ട്രാപ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ബക്കിൾ, ഈ ബക്കിൾ കണ്ടോ, ഇത് പ്ലാസ്റ്റിക്കിന്റെ ബക്കിളാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു വാച്ചിന്റെ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡിക്ക് ചുറ്റും വരുന്ന ഈ ഒരു ഫ്രെയിം പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്, മെറ്റൽ ഫ്രെയിം അല്ല. നമ്മൾ ഈയിടെ അൺബോക്സ് ചെയ്ത ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച്, ഫോർ എക്സാമ്പിൾ ഈ ഡിഫൈഡ് സ്മാർട്ട് വാച്ച് ആണ്, 2000 രൂപയുടെ താഴെ വരുന്ന സ്മാർട്ട് വാച്ച് ആണ്. ഇതിന്റെ ബക്കിളാണെങ്കിലും ഈ ഫ്രെയിം ആണെങ്കിലും മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. സോ തീർച്ചയായിട്ടും ഞാൻ മെറ്റൽ ഫ്രെയിം പ്രതീക്ഷിച്ചിരുന്നു. സ്പെഷ്യലി റിയൽമിയുടെ ഒരു സ്മാർട്ട് വാച്ച് ആണ്. റിയൽമി എന്ന് പറയുമ്പോൾ വാല്യൂ ഫോർ മണിയുടെ ആളുകളാണല്ലോ റിയൽമി. ഇതുപോലുള്ള ഒരു ലുക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ സ്ട്രാപ്പ് ആണെങ്കിലും എനിക്ക് തോന്നുന്ന ആ ഒരു ലൈറ്റ് ഗ്രേ, വൈറ്റ് സ്ട്രാപ്പ് എന്ന് പറയാം, ഓഫ് വൈറ്റ് സ്ട്രാപ്പ് ആണ്. സോ ഈ വൈറ്റും ഈ ഒരു വാച്ചിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ലുക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു ലുക്ക് ഇസ് നൈസ്. ഈവൻ ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ആണെങ്കിലും മെറ്റലിൻ്റെ ഒരു ലുക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വാച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബട്ടൺ ആൻഡ് മൈക്ക്, റൈറ്റ് സൈഡിലാണ് സ്പീക്കർ സ്ലോട്ട്. ബാക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് സെൻസേഴ്സ്. IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ 5.3ന്റെ ഫീച്ചറും വരുന്നുണ്ട്. 1.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 240x286 പിക്സൽസിൻ്റെ ആണ് റെസൊല്യൂഷൻ. 550 നിറ്റ്സിൻ്റെ ആണ് ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റ്, ക്രിസ്പ്, കളർഫുൾ ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് അങ്ങനെ വലിയ കംപ്ലയിൻസ് അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നുമില്ല. നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. സോ ബ്രൈറ്റ്നസ് ലെവൽ അത്യാവശ്യം ബ്രൈറ്റ് ആവുന്നുണ്ട്. ഇതാണ് 100%. പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇഷ്യൂ ഇല്ല. സോ ഇന്ന് ഞാൻ കുറേ ഇതിട്ട് കറങ്ങിയായിരുന്നു പുറത്തൊക്കെ. ഓക്കെ, സോ നോ ഇഷ്യൂസ്. സൺലൈറ്റ് ഉണ്ടെങ്കിലും നല്ല വിസിബിൾ ഡിസ്പ്ലേ ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ യൂസർ ഇൻ്റർഫേസ് നോക്കാം. അതിന് മുൻപ് ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആ ഒരു ആനിമേഷൻ കണ്ടോ, അത് ലാഗ്, സ്റ്റട്ടർ, ഗ്ലിച്ച് ഒന്നുമല്ല കേട്ടോ. അത് ഇതിൻ്റെ ആനിമേഷനാണ്. ലാസ്റ്റ് വരുമ്പോൾ ഒരു ചെറിയൊരു പിടുത്തമല്ല, അത് ആനിമേഷനാണ്. അത് ആനിമേഷനാണ്. അത് ഒഴിവാക്കിയിട്ട് ഒരു സ്മൂത്ത് ഫ്ലോ തന്നാൽ മതിയായിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിഫൈഡ് വാച്ച് എടുത്ത് നോക്കാം. സോ ഇതിൻ്റെ ആനിമേഷൻ അത്രയും ഫാസ്റ്റ് അല്ല, പക്ഷേ സ്മൂത്ത് ആണിത്. വളരെ സ്മൂത്ത്ലി അത് ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ ഫാസ്റ്റ് ആണെങ്കിലും ആ ഒരു ലാസ്റ്റ് നിമിഷം ചെറിയൊരു സംഭവം ഉണ്ട്. ഓക്കെ, അത് ഒഴിവാക്കിയിട്ട് ഒരു സ്മൂത്ത് ഫ്ലോ തന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, മേളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ക്വിക്ക് ടോഗിൾസ്, ഡു നോട്ട് ഡിസ്റ്റർബ്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാറ്ററി മോഡ്, അതായത് ബാറ്ററി സേവിങ് മോഡ്, പിന്നെ ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ റേസ് ടു വേക്ക്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നോ ഇഷ്യൂസ് വിത്ത് ദ റേസ് ടു വേക്ക് ഫീച്ചർ. ഇതാണ് സെറ്റിംഗ്സ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, ബാക്ക് ടു ഹോം സ്ക്രീൻ. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി മോണിറ്ററിംഗ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സമ്മറി ഇവിടെ കാണാൻ പറ്റും. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ സ്ലീപ്പ് അനാലിസിസ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്. ഞാൻ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇറ്റ്സ് വർക്കിംഗ്. 97-95 BPM ആണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ വെതർ ആപ്ലിക്കേഷൻ ആൻഡ് മ്യൂസിക് കൺട്രോൾ. പോസ്. സോ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോസ് ആവുന്നുണ്ട്. അങ്ങനെ ലാഗ് ഒന്നുമില്ല. പ്ലേ, നെക്സ്റ്റ്, പ്രീവിയസ്. ഇറ്റ്സ് വർക്കിംഗ്, നോ ഇഷ്യൂസ്. മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻസ്, അതായത് മിസ്ഡ് കോൾ ആണെങ്കിലും വാട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമോജി സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ടോപ്പ് 50 ഇമോജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് റിയൽമി പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇമോജി കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്യണം. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നുണ്ട്. സോ നമ്മുടെ ആക്ടിവിറ്റി നമ്മളിപ്പോൾ കണ്ടിരുന്നല്ലോ, അത് തന്നെയാണ് ആക്ടിവിറ്റീൻ്റെ സമ്മറി ഉണ്ട്. നമ്മൾ മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിലിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എത്ര കാലറീസ് ബേൺ ചെയ്തു, എത്ര മിനിറ്റ് ആയിരുന്നു, അതേ രീതിയിൽ ഫോൺ. സോ ഇത് കോളിംഗ് ഫീച്ചറുള്ള വാച്ചാണല്ലോ. സോ എന്തായാലും ഫോണിൻ്റെ ഫീച്ചർ ഉണ്ടാവും. കോൾ ഹിസ്റ്ററി ആണ്, ഏതൊക്കെ കോളാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ്, നമുക്ക് വേണമെങ്കിൽ അപ് ടു 10 കോൺടാക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഡയൽ പാഡിൻ്റെ അതൊക്കെ നല്ലതാണ് കേട്ടോ. റെസ്പോൺസ് ഒക്കെ അടിപൊളിയാണ്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നോ ഇഷ്യൂസ്. ബാക്ക് പോവാം. വർക്കൗട്ട്, മോർ ദാൻ 110 വർക്കൗട്ട് മോഡ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, കേൾക്കാത്ത സംഭവമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഏതൊക്കെ വർക്കൗട്ട് മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നല്ലതാണ്. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. യൂസിങ് ദ ആപ്ലിക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാർട്ട് റേറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. SpO2 കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 98% കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സ്ട്രെസ്സ്. എൻ്റെ സ്ട്രെസ് മീറ്റർ 33 എന്നാണ് കാണിക്കുന്നത്. സോ നോർമലാണ് ആസ് പെർ ദ വാച്ച്. സ്ലീപ്പ്,
സോ സ്ലീപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ അറിയാൻ പറ്റും. പിന്നെ വർക്കൗട്ട് റെക്കോർഡ്, നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കൗട്ടിൻ്റെ റെക്കോർഡാണ്. പിന്നെ ബ്രീതിങ് ഉണ്ട്, അലാം സെറ്റ് ചെയ്യാം, വെതർ ഉണ്ട്, ഈവൻറ്റ് റിമൈൻഡർ, അതായത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഈവൻറ്റ് അല്ലെങ്കിൽ റിമൈൻഡർ ഉണ്ടല്ലോ, റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും. വിമൻ ഹെൽത്ത്, അതായത് മെൻസ്ട്രൽ സൈക്കിൾസ് നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടൂൾസ്, നമുക്ക് ഇവിടെ കുറേ സംഭവമുണ്ട്. സ്റ്റോപ്പ് വാച്ച്, ടൈമർ, മ്യൂസിക്, ക്യാമറ കൺട്രോൾ, ഫൈൻഡ് മൈ ഫോൺ എല്ലാം ഇവിടെ വരുന്നുണ്ട്. ആൻഡ് സെറ്റിങ്സ് ഫൈനലി. ഓക്കെ, സെറ്റിങ്സിൽ ഇവിടെയാണ് വാച്ച് ഫേസസ്. 4 വാച്ച് ഫേസസിനുള്ള സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചുകളിൽ 6-7 സ്ലോട്ട് വരാറുണ്ട്, ഇവിടെ 4 വരുന്നുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേയിൽ ഇവിടെ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഉണ്ട്, സ്ക്രീൻ ഓൺ ടൈം, റേസ് ടു വേക്ക് ഫീച്ചർ, ബാക്ക് വാം, സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റിംഗർ വോളിയം, കോളിംഗ് ഫീച്ചർ ഉണ്ടല്ലോ, സോ റിംഗർ വോളിയം നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്കത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേ രീതിയിൽ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ സ്ട്രോങ്, മോഡറേറ്റ്, വീക്ക് ഒക്കെ ആക്കാൻ പറ്റും. അതിനുശേഷം റിംഗ് ടോൺ വേണോ വേണ്ടോ എന്നുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് ആണ് വർക്കൗട്ട് സെറ്റിങ്സ്. ഇവിടെ വർക്കൗട്ട് റിമൈൻഡർ ഉണ്ട്, നമ്മൾ റിമൈൻഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ആണ് വർക്കൗട്ട് റെക്കഗ്നിഷൻ. ഇത് വർക്കാവുന്നുണ്ട് കേട്ടോ. സോ വർക്കൗട്ട് റെക്കഗ്നിഷൻ വർക്കാവുന്നുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാം. അതിനുശേഷം DND മോഡ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ DND ഓൾ ഡേ DND ആക്കാം, സ്കെഡ്യൂളൊക്കെ ചെയ്യാൻ പറ്റും, സ്മാർട്ട് DND, അതൊക്കെ എല്ലാ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ലെവൽ, ജനറൽ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ വ്യൂ, സോ നമ്മളിപ്പം ലിസ്റ്റ് വ്യൂവിലാണുള്ളത്. ഗ്രിഡ് വ്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻസ് ഗ്രിഡ് വ്യൂവിൽ വരും, ഇങ്ങനെ വരും. ഓക്കെ, അതാണ് ബേസിക്കലി ഗ്രിഡ് വ്യൂ. പിന്നെ പവർ ഓഫ് ആൻഡ് റീസ്റ്റാർട്ട്, താഴെ റീസെറ്റും ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം, എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇവിടെ 59% കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫേസ് ഗാലറി, അതായത് വാച്ച് ഫേസിൻ്റെ ഗാലറി. ഫസ്റ്റ് തന്നെ മൈ ഫേസസ് ആണ്, അതായത് നമ്മുടെ സ്മാർട്ട് വാച്ചിലുള്ള ഇപ്പോൾ നിലവിലുള്ള 4 വാച്ച് ഫേസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് വേണമെങ്കിൽ ഡിലീറ്റും നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിലിട്ട് എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് വരാറുണ്ടോ എന്ന്, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇടാൻ പറ്റും. നെക്സ്റ്റ് ആണ് നോട്ടിഫിക്കേഷൻസ്. സോ ഞാൻ എല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വർക്കൗട്ട്സ്, ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാച്ചിലുള്ള വർക്കൗട്ടൊക്കെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ പുതിയ വർക്കൗട്ട്, ഞാൻ പറഞ്ഞില്ല കുറേ വർക്കൗട്ട്, 110-ലധികം ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ടൈൽസ് ആണ് ബേസിക്കലി. എഗെയിൻ നമ്മുടെ ആ ടൈൽസ് കണ്ടില്ലായിരുന്നു, നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ ഡിലീറ്റും റീഅറേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. അതേ രീതിയിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് റീഓർഡർ ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. കുറേ ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഈവൻറ്റ് റിമൈൻഡർ. നെക്സ്റ്റ് ആണ് ഹെൽത്ത് റിമൈൻഡേഴ്സ്. സോ സ്റ്റാൻഡപ്പ് റിമൈൻഡർ ഉണ്ട്, വാട്ടറിൻ്റെ റിമൈൻഡർ, വെള്ളം കുടിക്കാനുള്ള റിമൈൻഡർ ഉണ്ട്. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്. മോർ ഫങ്ഷൻസ്, ഫൈൻഡ് മൈ ഫോൺ, ഫൈൻഡ് മൈ വാച്ച്, ക്യാമറ കൺട്രോളർ, വെതർ, മ്യൂസിക് കൺട്രോൾ, ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു 10 മാക്സിമം 10 ഫ്രീക്വൻറ്റ് കോൺടാക്ട്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഡയൽ ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നമുക്ക് സ്മാർട്ട് വാച്ചിൽ നിന്ന് തന്നെ ആ നമ്പേഴ്സ് ഡയൽ ചെയ്യാൻ പറ്റും. ഹെൽത്തിൻ്റെ അനാലിസിസ് ഉണ്ടല്ലോ, സ്ലീപ്പ് ആണെങ്കിലും വർക്കൗട്ട്, അതൊക്കെ ഇവിടെയുള്ളത്. ഹെൽത്ത് ടാബ് ഉണ്ട്, ഇവിടെ കംപ്ലീറ്റ് അനാലിസിസ് ഉണ്ട്. ഓക്കെ, എന്ത് വേണമെങ്കിലും ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, SpO2, സ്ലീപ്പ് ആണെങ്കിലും കുറേ ഡീപ്പ് അനാലിസിസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വീക്ക്, മന്ത്, ഇയർ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. ഹലോടാ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ മറ്റേ റിയൽമിയുടെ വാച്ച് 3 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ശരി, ഓക്കെ. ഇപ്പോഴോ? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറഞ്ഞോ? ഇപ്പം ഒന്നുകൂടെ വോയിസ് കൂടിയില്ലേ? ഓക്കെ. കോളിംഗ് പെർഫോമൻസ് നല്ലതാണ്. സ്പീക്കർ കുറച്ചും കൂടി വോളിയം ആവാമായിരുന്നു എനിക്ക് തോന്നി. അതായത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണല്ലോ മുറിയുടെ അകത്ത്. നിങ്ങൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ പിടിച്ച് സംസാരിക്കേണ്ടി വരും. മൈക്കിൻ്റെ അത് ക്വാളിറ്റി നല്ലതാണ്. സോ ഇവിടെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പറഞ്ഞു. സോ മൈക്കിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. സ്പീക്കർ കുറച്ചും കൂടി ആവാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഓഫീസിലാണെങ്കിൽ എന്തിനാണ് സ്പീക്കറിലിട്ട് സംസാരിക്കുന്നത്? എനിവേ, നിങ്ങൾ സ്പീക്കറിലിട്ട് വീട്ടിനുള്ളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പുറത്ത് പോകുമ്പോൾ ചിലപ്പം വോളിയം കുറവാണെന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. 340 mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. റിയൽമി പറയുന്നതനുസരിച്ച് 7 ഡേയ്സ് 7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ്. അത്രയും കിട്ടുന്നില്ല, പക്ഷേ ഒരു 3.5 ഡേ കിട്ടുന്നുണ്ട്. 3.5-4 ദിവസം വരെ പോകുന്നുണ്ട്. ഞാൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കംപ്ലീറ്റ്ലി സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉൾപ്പെടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിപ്പെൻഡ്സ്, ഇനി നിങ്ങൾ ഈ വാച്ചിലൂടെ മണിക്കൂറുകളോളം എന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു കോളിംഗ് ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തരും. പക്ഷേ ബാറ്ററി ബാക്കപ്പ് ഓക്കെ എന്ന് ഞാൻ പറയും. 10 വാട്ടിൻ്റെ ചാർജിങ് ആണ്
ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പ്രൈസ് ആണ് 3499. ഇപ്പം നിലവിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ഉണ്ടല്ലോ, ഈ 2000 rupees to 4000 rupees, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോയ്സ് ഒക്കെ നോക്കിയാൽ 2000 താഴെ കോളിംഗ് ഫീച്ചർ കിട്ടുന്നുണ്ട്. ഇനി റിയൽമി ഡിസോന്റെ വാച്ച് നോക്കിയാൽ 500 rupees കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു വാച്ച് ആറ് കിട്ടുന്നുണ്ട്. റൗണ്ട് ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ അതിൽ ആമോലെഡ് പാനലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു വാച്ചിൽ കോളിംഗ് ഫീച്ചർ വരുന്നില്ല. ഇവിടെ കോളിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു വാച്ചിന്റെ ഒരേ ഒരു പോരായ്മയാണ് ഇതിന്റെ ബിൽഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫ്രെയിം പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഫ്രെയിം ഒരു പ്രോബ്ലം അല്ല എങ്കിൽ ഇവിടെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്, നല്ല സ്റ്റൈലിഷ് വാച്ച് ആണ്. ഈവൻ ഡിസ്പ്ലേ ലേശം വലുതാണ്. പിന്നെ ഏറ്റവും വലിയ ഫീച്ചർ ആണ് ഈ ഒരു വാച്ചിന് കിട്ടുന്ന ആപ്ലിക്കേഷൻ സപ്പോർട്ട്. റിയൽമിയുടെ റിയൽമി ലിങ്ക് ആപ്പ് വളരെ നല്ലൊരു ആപ്പാണ്. ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഫോർ എക്സാമ്പിൾ വാച്ച് ഫേസസ് നോക്കിയാൽ തന്നെ പല ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിന്റെ കൂടെ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അവിടെ ആ ഒരു 100 അല്ലെങ്കിൽ 150 വാച്ച് ഫേസസ് തികയ്ക്കാൻ വേണ്ടി ആവറേജ് വാച്ച് ഫേസസ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം ഓരോ വാച്ച് ഫേസസും ഒന്നിലൊന്ന് മെച്ചമാണ്. വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വാച്ച് ഫേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ബഡ്ജറ്റ് വാച്ച് സിങ്ക് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കാറുണ്ട്. വാച്ച് ഫേസസ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും ഇവിടെ പെട്ടെന്ന് എല്ലാം സിങ്ക് ആയി കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ പെഡോമീറ്റർ ഉണ്ടല്ലോ, അതായത് വാക്കിംഗ് ഡിസ്റ്റൻസ് സ്റ്റെപ്പ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് വളരെ ആക്യുറേറ്റ് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ 100 ആക്ച്വൽ സ്റ്റെപ്സ് എടുക്കുമ്പോൾ 96-97 സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട്. സോ ഈ പ്രൈസ് പോയിന്റിൽ ആ ഒരു ആക്യുറസി നല്ലതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഓവറോൾ നല്ലൊരു വാച്ചാണ് ഫോർ ഷുവർ. നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.